ഹലോ അസ്സാം വലൈക്കും. ന്യൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറും ഗോതമ്പൊടിയും കൊണ്ട് എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് പൂരിയാണ് കേട്ടോ ഇത്. നമുക്ക് കൈ പിടിച്ചാൽ തന്നെ അറിയാൻ കഴിയും, അത്രയ്ക്കും സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അറിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഒരു ഗ്ലാസ് ചോറും എടുത്തിരിക്കുന്നത്. നമ്മൾ എത്രയാണോ ചോറ് എടുക്കുന്നത് അത്രയും ഗോതമ്പ് പൊടി എടുത്താൽ മതി. പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് മാവായി കിട്ടും. നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. കുറേ സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. പ്രസ്സിലും ഓയിലാക്കിയതിന് ശേഷം എല്ലാ ഉരുളകളും അമർത്തിയെടുക്കുക. ഇനി നമുക്കിതെല്ലാം ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇത് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. എണ്ണയിലിട്ട് ഉടനെ തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി.